الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. الأرجوزة المئية في ذكر حال أشرف البدية എന്ന ഈ കിതാബിൻ്റെ ഷറഹിലാണ് നമ്മളുള്ളത്. ഇതിലെ 24-ാമത്തെ ബൈത്ത് അതാണ് ഇന്ന് വായിക്കാനുള്ളത്. ثم الوضوء والصلاة علمه جبريل وهي ركعتان محكمة. ثم الوضوء والصلاة علمه جبريل. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദൂഉം സ്വലാത്തും നിസ്കാരവും ഇത് രണ്ടും പഠിപ്പിച്ചു. വഹിയ റകഅതാനി മുഹ്കമ, അത് 2 റക്അത്ത് നിസ്കാരമായിരുന്നു ആ പഠിപ്പിച്ചത്. ഇതിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞു വെച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ സംഭവങ്ങളായിരുന്നു. ആ വഹി ഇറങ്ങിയ ആദ്യത്തെ വഹി ഇറങ്ങിയതിന് ശേഷം ഉണ്ടായൊരു സംഭവമാണ് ഈ ബൈത്തിൽ അദ്ദേഹം പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വുദൂഉം നിസ്കാരവും പഠിപ്പിക്കുന്നത്. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ സീറയിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഹദ്ദസനി ബഅദു അഹ്ലിൽ ഇൽം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. അന്ന സ്വലാത്ത ഹീന ഉഫ്തുരിദത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ജിബ്രീൽ വഹുവ ബിഅഅലാ മക്ക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമായപ്പോൾ, നമുക്കറിയാം 5 വഖ്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. കാരണം ഹിജ്റയിലാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. ആ ഹിജ്റയ്ക്ക് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഒരു വിഭാഗം ജിന്നുകൾ മുസ്ലിമായി എന്നുള്ളതാണ്. ആ സംഭവം അവിടെ പറയുന്ന സമയത്ത് ത്വായിഫിലേക്ക് റസൂൽ പോയി അവിടെ ദഅവത്ത് നടത്തി. അവിടുന്ന് അക്രമങ്ങളും അവരുടെ ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് റസൂൽ തിരിച്ചു വരുമ്പോൾ രാത്രി ഒരു മലഞ്ചെരുവിൽ ചെന്ന് റസൂൽ നിസ്കരിക്കുന്ന സമയത്താണ് റസൂൽ ഓതുന്നത്. ഈ ഓത്ത് കേട്ടപ്പോഴാണ് ഒരു വിഭാഗം ജിന്നുകൾ വന്നിട്ട് അതിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം ജിന്നുകൾ റസൂൽ ഓത്ത് കേൾക്കുന്നത്. അങ്ങനെയാണ് അവർ മുസ്ലിമാകുന്നത്. അങ്ങനെ സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യ ഭാഗം ആ സംഭവമാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അവിടെ റസൂൽ നിസ്കരിക്കുന്നുണ്ട്. അതായത് റസൂലിന് ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു. റസൂലിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം ഫർളാക്കപ്പെട്ടപ്പോൾ വഹുവ ബിഅഅലാ മക്ക, റസൂൽ മക്കയുടെ ഒരു ഉയർന്ന പ്രദേശത്താണുള്ളത്. ആ സമയത്ത് ജിബ്രീൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. ഫഹമസ ലഹു ബിഅഖ്ബിഹി ഫി നാഹിയത്തിൽ വാദി, ആ മലഞ്ചെരുവിൽ ജിബ്രീൽ അലൈഹിസ്സലാം തൻ്റെ മടമ്പ് കൊണ്ടൊന്ന് അടിച്ചു. ഫൻഫജറത് മിൻഹു ഐനുൻ, അതൊരു അരുവിയായി പൊട്ടി ഒഴുകി. ആ സമയത്ത് ഫതവല്ലഅ ജിബ്രീലു വറസൂലുള്ളാഹി യൻദുറു ഇലൈഹി, റസൂൽ നോക്കിയിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ആ വന്ന വെള്ളത്തിൽ വുദൂ ചെയ്തു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് റസൂലും അതേ ജിബ്രീൽ വുദൂ ചെയ്തതുപോലെ തന്നെ റസൂലും വുദൂ ചെയ്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം 2 റക്അത്ത് നിസ്കരിച്ചു. ജിബ്രീൽ നിസ്കരിച്ച അതേ നിസ്കാരം അല്ലാഹുവിൻ്റെ റസൂലും നിസ്കരിച്ചു. തുമ്മൻസറഫ ജിബ്രീൽ, ആ നിസ്കാരം കഴിഞ്ഞ ശേഷം ജിബ്രീൽ പിരിഞ്ഞുപോയി. അല്ലാഹുവിൻ്റെ റസൂൽ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വുദൂ ചെയ്ത് അത് ഖദീജ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചു. എന്നിട്ട് ഖദീജയെ കൂട്ടി അല്ലാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. ആ നിസ്കാരം കാണിച്ചു കൊടുത്തു. പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ദഈഫാണെന്നുള്ള അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പക്ഷേ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സിൽസിലത്തു സഹീഹയിൽ ഉദ്ധരിക്കുന്നൊരു ഹദീസ്, സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം അഹ്മദും ഇബ്നു മാജും ഹാക്കിമും അവരൊക്കെ
ഉദ്ധരിക്കുന്ന ഹദീസിൽ സയ്യിദ് ബിൻ ഹാരിസ അദ്ദേഹം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, എന്നിട്ട് വുദൂഉം നിസ്കാരവും പഠിപ്പിച്ചു. അത് ഇമാം അൽബാനി സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ആ സംഭവത്തിന് ഹദീസിൻ്റെ പിൻഫലമുണ്ട്. ഇതാണ് ഇദ്ദേഹം ഈ ഒരു വരിയിൽ സൂചിപ്പിച്ചത്. നുബുവത്ത് തുടങ്ങിയതിന് ശേഷം, വഹി അവതരിച്ചതിന് ശേഷം വുദൂഉം നിസ്കാരവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു എന്നുള്ളത്. പിന്നെ സുമ്മ മളത് 25-ാമത്തെ ബൈത്ത്, സുമ്മ മളത് 20 യൗമൻ കാമില ഫറമത്തിൽ ജിന്ന നുജൂമുൻ ഹായില. സുമ്മ മളത് 20 യൗമൻ കാമില, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, നുബുവത്ത് കിട്ടിയ മബഅത്തിന്റെ ശേഷം നുബുവത്ത് കിട്ടിയിട്ട് 20 ദിവസം പൂർണ്ണമായപ്പോൾ ഫറമത്തിൽ ജിന്ന നുജൂമുൻ ഹായില, ജിന്നുകൾക്കെതിരെ ആകാശത്തിൽ നിന്നും ഉൽക്കകൾ എറിയപ്പെട്ടു. സൂറത്തുൽ ജിന്നിൽ ഈ സംഭവം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. وأنا لمسنا السماء فوجدناها ملئت حرسا شديدا وشهبا. ജിന്നുകൾ ഖുർആൻ കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സംസാരം, മലക്കുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സംസാരം, അത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാശത്തൊരു സ്ഥലത്ത് ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഖുർആൻ അവതീർണമാകാൻ തുടങ്ങിയപ്പോൾ, വഹി ആരംഭിച്ചപ്പോൾ അവർ പറയാൻ ഫവജദ്നാഹ മുലിഅത് ഹറസൻ ശദീദ, ശക്തവാന്മാരായ കാവൽക്കാരെ കൊണ്ട് നിറഞ്ഞതായിട്ട് നാം ആകാശത്തെ കണ്ടു. വശുഹുബ, അതുപോലെ തന്നെ ഉൽക്കകളാലും നിറഞ്ഞതായിട്ട് ആകാശത്തെ കണ്ടു. അവർക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല, അവർ എറിഞ്ഞോടിക്കുകയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി തുടങ്ങിയതിനു ശേഷമാണ് ജിന്നുകൾ എറിഞ്ഞോടിക്കപ്പെട്ടത്. കട്ട് കേൾക്കാൻ ഇരിക്കുന്ന ജിന്നുകൾ ആകാശ ലോകത്ത് എറിഞ്ഞോടിക്കപ്പെട്ടു. ആ ഉൽക്കകളാലാണ് അവർ എറിഞ്ഞോടിക്കപ്പെട്ടത്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ സംഭവം പറയുന്നത്, റഅത് ഖുറൈശുൻ അൻ-നുജൂമ യുർമാ ബിഹാ, ഖുറൈശികളെന്ന് ആകാശത്ത് കണ്ടു, ഉൽക്കകൾ വീഴുന്നതായിട്ട്, നക്ഷത്രങ്ങൾ വീഴുന്നതായിട്ട് കണ്ടു. ബഅദ 20 യൗമൻ മിൻ മബഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, നുബുവത്ത് കിട്ടി 20-ാമത്തെ ദിവസം അങ്ങനെ ഒരു സംഭവം ഖുറൈശികൾ കണ്ടു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദീർഘമായ ഹദീസ് ഇമാം അഹ്മദും ഇമാം തിർമിദിയും അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹം പറയാണ്, കാനൽ ജിന്നു യസ്അദൂന ഇലസ്സമാഇ യസ്മഊനൽ വഹ്യ, ജിന്നുകൾ ആകാശലോകത്തേക്ക് പോയിട്ട് അവിടെ വഹി കട്ട് കേൾക്കുമായിരുന്നു. ഫഇദാ സമിഉ അൽ കലിമത സാദു ഫീഹാ 9, അങ്ങനെ അവർ ഒരു വാക്ക് കേട്ടാൽ അതിൽ ബാക്കി 9 വാക്കുകൾ അവർ അധികരിപ്പിക്കും. ഫഅമ്മൽ കലിമതു ഫതകൂനു ഹഖ, അവർ കേട്ട ഒന്ന് ഹഖാണ്, പക്ഷെ അമ്മാ മാ സാദ ഫയകൂനു ബാതില, അതിൻ്റെ കൂടെ 9 കളവുകൾ അവർ കൂട്ടിച്ചേർക്കും. ഫലമ്മാ ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനിഉ മഖാഇദഹും, അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവർ അവിടെ തടയപ്പെട്ടു. ഫദക്കറു ദാലിക ലി ഇബ്ലീസ്, ആ വിവരം ജിന്നുകൾ ഇബ്ലീസിനോട് പറഞ്ഞു, നേതാവിനോട് പറഞ്ഞു. വലം തകുൻ അൻ-നുജൂമു യുർമാ ബിഹാ ഖബല ദാലിക, അതിൻ്റെ മുമ്പൊന്നും ആ രീതിയിൽ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയപ്പെട്ടിരുന്നില്ല, ഉൽക്കകൾ ഉണ്ടായിരുന്നില്ല. ഫഖാല ലഹും ഇബ്ലീസ് മാ ഹാദാ ഇല്ലാ മിൻ അംരിൻ ഖദ് ഹദസ ഫിൽ അർദ്, ഈ ഒരു സംഭവം നടന്നത് ഭൂമിയിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടന്നതെന്ന് ഇബ്ലീസ് അവരോട് പറഞ്ഞു. ഫബഅസ ജുനൂദഹു ഫവജദു റസൂലല്ലാഹി ഖായിമൻ യുസല്ലി ബൈന ജബലൈൻ, അങ്ങനെ ഇബ്ലീസ് അവൻ്റെ സൈന്യത്തെ ഭൂമിയിലേക്ക് വിട്ടു. അവരങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവർ റസൂലിനെ കണ്ടെത്തി. 2 മലകൾക്കിടയിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കുന്നതായിട്ട് അവർ കണ്ടു. ഫഅതൗഹു ഫഅഖ്ബറൂഹു, അങ്ങനെ അവർ ഇബ്ലീസിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് ആ വിവരം പറഞ്ഞു. ഫഖാല ഹാദൽ ഹദസു അല്ലദീ ഹദസ ഫിൽ അർദ്,
അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഇതാ ഈ സംഭവമാണ് ഭൂമിയിൽ നടന്നത്, അതുകൊണ്ടാണ് ആകാശ ലോകം സംരക്ഷിക്കപ്പെടുന്നത്, ജിന്നുകൾ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് ഓടിക്കപ്പെടുന്നതും ഇതുകൊണ്ടാണ്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഇമാം അഹ്മദും ഇമാം തിർമിദി ഉദ്ധരിച്ച ഈ ഹദീസ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹാണെന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. ഇതാണ് ആ സംഭവം. അടുത്ത ബൈത്ത് ഹിജറയെ സംബന്ധിച്ചാണ്. ആദ്യത്തെ ഹിജറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിതം ദുസ്സഹമായപ്പോൾ, ശത്രുക്കളാൽ പല രീതിയിലും സഹാബാക്കൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് സഹാബാക്കൾക്ക് ഹബശയിലേക്ക് ഹിജറ പോകാൻ അനുവാദം നൽകി. ആദ്യത്തെ ഹിജറ ഹബശയിലേക്കായിരുന്നു. ആ സംഭവമാണ് അടുത്ത ബൈത്തിൽ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവിടെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം, സഹാബാക്കളുടെ ജീവിതം അത് പഠിച്ച് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി